ശബരിമലയിൽ കൊടിമരത്തിന് അനധികൃതമായി പെയിന്റ് അടിച്ചവരെ സംരക്ഷിച്ച് ദേവസ്വം ബോർഡ്. ഗുരുതരമായ കൃത്യവിലോപം നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ്. ഭഗവാന്റെ ചൈതന്യത്തിന് വരെ ലോപമുണ്ടാക്കിയവർക്കെതിരെയാണ് ഒരു നടപടിയും സ്വീകരിക്കാത്തത്. 2011 ഡിസംബർ 28-നും 30-നും ഇടയ്ക്കാണ് ശബരിമലയിലെ സ്വർണ്ണ കൊടിമരത്തിന്റെ പഞ്ചവർഗത്തറയിലും അഷ്ടദിക്പാലക വിഗ്രഹങ്ങളിലും സ്വർണ്ണ നിറമുള്ള പെയിന്റ് അടിച്ചത്. അക്കൊല്ലത്തെ മണ്ഡലപൂജ കഴിഞ്ഞ് മകരവിളക്കിന് നട തുറക്കുന്നതിന് മുമ്പുള്ള ഇടവേളകളിലായിരുന്നു ഇത് ചെയ്തത്. സംഭവം പുറത്തറിഞ്ഞതോടെ വലിയ വിവാദമായി. ദേവസ്വം ഓംബുഡ്സ്മാൻ ലഭിച്ച പരാതിയെ തുടർന്ന് ദേവസ്വം വിജിലൻസ് SP CP ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ M സതീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജൻ എന്നിവരാണ് സ്പ്രേ പെയിന്റ് അടിക്കാൻ അനുമതി നൽകിയെന്നായിരുന്നു കണ്ടെത്തൽ. ക്ഷേത്രത്തിന്റെ തന്ത്രിയോ ദേവസ്വം ബോർഡോ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. ഈ നടപടി ഭഗവാന്റെ ചൈതന്യത്തിന് വരെ ലോപമുണ്ടാക്കി. ഈ തെറ്റിന് ഇരുവർക്കുമെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്തെങ്കിലും കേവലം സസ്പെൻഷനിൽ മാത്രം നടപടി ഒതുങ്ങി. എന്തുകൊണ്ടാണ് ഇത്ര വലിയ കുറ്റം ചെയ്തവർക്കെതിരെ കാര്യമായ ഒരു നടപടിയും സ്വീകരിക്കാത്തത്? ആരായിരുന്നു ഇവരുടെ പിന്നിൽ? ജനം, കൊച്ചി.